നമസ്കാരം. പാർലമെന്റിൽ സമ്പൂർണ്ണ ഭൂരിപക്ഷം നേടിയിരിക്കുകയാണ് നരേന്ദ്രമോദി നയിക്കുന്ന NDA സർക്കാർ. നേരത്തെ ലോക്സഭയിൽ മാത്രമായിരുന്നു ഭൂരിപക്ഷം എങ്കിൽ ഇപ്പോൾ രാജ്യസഭയിലും കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഇതോടെ NDA സർക്കാരിന് വിവാദ ബില്ലുകൾ പാസാക്കുന്നതിനോ നിയമങ്ങൾ നിർമ്മിക്കുന്നതിനോ ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട. ഉപതെരഞ്ഞെടുപ്പിൽ 9 BJP അംഗങ്ങളും സഖ്യകക്ഷികളിൽ നിന്ന് 2 പേരും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് നരേന്ദ്രമോദി പാർലമെന്റിൽ സമ്പൂർണ്ണ ഭൂരിപക്ഷം കടന്നത്. 9 പേർ BJPയിൽ നിന്നും സഖ്യകക്ഷികളായ ജനതാദൾ യുണൈറ്റഡിൽ നിന്ന് NCPയിൽ നിന്നും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. 6 നോമിനേറ്റഡ് അംഗങ്ങളുടെയും ഒരു സ്വതന്ത്ര അംഗത്തിന്റെയും പിന്തുണയും NDAയ്ക്കുണ്ട്. കേന്ദ്ര ന്യൂനപക്ഷ കാര്യം, ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസന വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ അസമിൽ നിന്ന്, രഞ്ജൻ ദാസ്, രാമേശ്വർ തെലി, ബീഹാറിൽ നിന്ന് മന്നൻ കുമാർ മിശ്ര, ഹരിയാനയിൽ നിന്ന് കിരൺ ചൗധരി, മഹാരാഷ്ട്രയിൽ നിന്ന് ദരിയാശീൽ പാട്ടീൽ, ഒഡീഷയിൽ നിന്ന് മമത മൊഹന്ത, രാജസ്ഥാനിൽ നിന്ന് രവ്നീത് സിംഗ് ബിട്ടു, ത്രിപുരയിൽ നിന്ന് രാജീവ് ഭട്ടാചാരി എന്നിവരാണ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട BJP അംഗങ്ങൾ. മധ്യപ്രദേശിൽ നിന്നാണ് ജോർജ് കുര്യൻ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 12 ഒഴിവുകളിൽ 1 സീറ്റ് തെലങ്കാനയിൽ നിന്നും കോൺഗ്രസിന് ലഭിച്ചു. നവീൻ പട്നായിക്കിന്റെ ബിജു ജനതാദൾ, YS ജഗൻമോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസ് തുടങ്ങിയ കക്ഷികളുടെ അധിക പിന്തുണയും രാജ്യസഭയിൽ NDA സർക്കാരിന് ലഭിക്കും. ലോക്സഭയിൽ ആകട്ടെ NDAയ്ക്ക് 293 MPമാരുടെ പിന്തുണയുണ്ട്. വിവാദമായിട്ടുള്ള വഖഫ് ബിൽ, ഏകീകൃത സിവിൽ കോഡ് തുടങ്ങിയ ബില്ലുകൾ ഇനി നിയമമാകുവാനുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തുന്നതിനുള്ള സാധ്യതയുണ്ട്. സമീപകാലത്ത് രാജ്യത്ത് വൻ വിവാദങ്ങളും ചർച്ചയുമായിരുന്നു ഈ ബിൽ. ലോക്സഭയിൽ നിലവിൽ ഈ ബിൽ പാസ്സായിട്ടുണ്ടായിരുന്നുവെങ്കിലും രാജ്യസഭയിൽ ഭൂരിപക്ഷം കിട്ടാത്ത അവസ്ഥ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാതെ പാർലമെന്റിന്റെ സെലക്ട് കമ്മിറ്റിക്ക് വിടുകയായിരുന്നു. ഈ ബില്ല് ഉടൻ തന്നെ ഇനി പാർലമെന്റിൽ വെളിച്ചം കാണും എന്നാണ് സൂചന. അതുപോലെ തന്നെ BJP സർക്കാരിന്റെ ഏറ്റവും വലിയ നയപ്രഖ്യാപനമാണ് ഏകീകൃത സിവിൽ കോഡ്. കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ട പ്രസംഗത്തിൽ എടുത്തു പ്രതിപാദിച്ച കാര്യമാണ് രാജ്യത്ത് ഒരു സിവിൽ കോഡ് എന്നത്. മതങ്ങൾക്കും ജാതികൾക്കും അതീതമായി എല്ലാവർക്കും ബാധകമായ സിവിൽ കോഡ് എന്നാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. ഒരു രാജ്യം ഒരു നിയമം എന്നുള്ള ആവശ്യം നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരുന്നു. ഇതും ഇനി പാർലമെന്റിൽ വെളിച്ചം കാണും എന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മൂന്നാം നരേന്ദ്രമോദി സർക്കാർ BJPയുടെ മാറ്റിവെച്ചിട്ടുള്ള പല നിയമങ്ങളും നടപ്പാക്കാനായി പാർലമെന്റിൽ കൊണ്ടുവരും എന്നും സൂചനകളുണ്ട്.